ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. പകരം എന്തോ നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. പകരം എന്തോ നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 8-ാം അധ്യായം 34-ാമത് വാക്യം നാം വായിക്കുന്നത്: ദിവസം പ്രതി എൻ്റെ പടിവാതിൽക്കൽ ജാഗരിച്ചും എൻ്റെ വാതിൽ കട്ടളയ്ക്കൽ കാത്തും കൊണ്ട് എൻ്റെ വാക്ക് കേട്ടനുസരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഭാഗ്യവാന്മാരുടെ പട്ടികയിലുള്ള ഒരു കൂട്ടം ആളുകളെക്കുറിച്ചുകൂടി ഈ വാക്യത്തിൽ ഓർപ്പിക്കുകയാണ്. ആരാണ് ഭാഗ്യവാൻ? അത്യുന്നതനായ ദൈവത്തെ കേൾക്കുന്നവരും കേട്ട് അനുസരിക്കുന്നവരും ഭാഗ്യവാന്മാരാണ് എന്ന് ഓർപ്പിക്കുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 46 മുതൽ താഴേക്കുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്താണ്? എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വചനം കേട്ട് ചെയ്യുന്നവൻ എല്ലാം ഇന്നവനോട് തുല്യൻ എന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ പറയുന്നത് അതിപ്രധാനമായ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. 1, ദൈവത്തെ വിളിക്കുക. 2, ദൈവത്തെ അനുസരിക്കുക. 3, ദൈവത്തിൻ്റെ അരികിലേക്ക് അടുത്തു ചെല്ലുക. 4, വചനം കേൾക്കുക എന്നുള്ള പദങ്ങളാണ്. ദൈവത്തെ കേൾക്കുവാനും ദൈവത്തിൻ്റെ അരികിലേക്ക് കടന്നു ചെല്ലുവാനും ദൈവത്തെ അനുസരിക്കുവാനും നിങ്ങൾ മനസ്സ് വയ്ക്കുന്നു എങ്കിൽ നിങ്ങൾ ആർക്ക് തുല്യനാകും? ആരോട് തുല്യരാകും എന്ന് ചോദിച്ചാൽ, പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്നതായ ഒരു മനുഷ്യനോട് അവൻ ഒത്തിരിക്കും. പാറമേൽ അടിസ്ഥാനമിടുവാൻ വേണ്ടി വീട് വയ്ക്കുവാൻ തുടങ്ങിയതായ മനുഷ്യനോട് ദൈവം പറഞ്ഞു, നീ വേഗത്തിൽ തീർക്കുക എന്നതിനപ്പുറത്ത് നീ വയ്ക്കുന്ന വീടിൻ്റെ അടിസ്ഥാനം കൃത്യമായിരിക്കേണ്ടതിനും വൻമഴ ചൊരിയുമ്പോൾ കാറ്റ് അടിക്കുമ്പോൾ നിൻ്റെ നിർമ്മാണം നിലം പൊത്തിപ്പോകാതിരിക്കേണ്ടതിന് നീ ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുകയാണെങ്കിൽ പെയ്തിറങ്ങുന്ന ശക്തമായ മഴയും ആഞ്ഞു വീശുന്ന കാറ്റും നിൻ്റെ ഭവനത്തെ തകർത്ത് കളയുകയില്ല എന്ന് പറഞ്ഞത് കേട്ട് 2 വ്യക്തികൾ വീട് പണിഞ്ഞു എങ്കിലും ഒരുവൻ പറഞ്ഞത് കേൾക്കാൻ തയ്യാറാകാതെ ആഴത്തിൽ കുഴിക്കുകയോ പാറയിൽ അടിസ്ഥാനമിടുകയോ ചെയ്യാതെ മണലിന്മേൽ പണിതുറപ്പിച്ചു. എന്നാൽ വൻമഴ ചൊരിഞ്ഞ് കാറ്റടിച്ചപ്പോൾ ആ ഭവനം നിലം പൊത്തിപ്പോകുവാനിടയായിത്തീർന്നു എന്ന് രേഖപ്പെടുത്തുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് അനുസരിക്കുവാനും ആഴെ കുഴിച്ച് അടിസ്ഥാനം പാറമേലിട്ടുകൊണ്ട് ഭവനം പണിയുവാനും ഇടയായിത്തീർന്ന മനുഷ്യനെ സംബന്ധിച്ച് പറയുന്നത് അവൻ ഭാഗ്യവാനായി. കാരണം കേട്ടനുസരിച്ചതുകൊണ്ട് വൻമഴ ചൊരിഞ്ഞപ്പോൾ അതിശക്തമായ കാറ്റുകൾ അടിച്ചപ്പോൾ അവൻ പണിതുവെച്ചതായ ഭവനത്തിന് യാതൊരു കേടും സംഭവിക്കപ്പെട്ടില്ല. അത് നിലനിൽക്കുവാനിടയായിത്തീർന്നു എന്നുള്ളത് തന്നെയാണ്. എന്നെ കേൾക്കുന്ന വാത്സല്യ സ്നേഹിതരെ, നാം ദൈവത്തെ കേട്ട് അനുസരിക്കുവാനിടയാകുന്നു എങ്കിൽ വൻമഴ ചൊരിയുമ്പോൾ, കാറ്റടിക്കുമ്പോൾ, പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ, പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, കഷ്ടതകൾ കടന്നു വരുമ്പോൾ, രോഗക്കെടുതികൾ കടന്നു വരുമ്പോൾ, ജീവിതത്തിൽ ഇവിടം കൊണ്ടെല്ലാം അവസാനിക്കുമെന്ന് തോന്നുന്ന നിരവധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ കരുണയുടെ കരം നമ്മോട് കൂടെ ഉണ്ടാകും.
കാരണം ദൈവത്തെ അനുസരിച്ചു എന്നതിനാൽ ദൈവം നമ്മെ കൈവിട്ട് കളയുകയില്ല. ദൈവം നമ്മെ സ്നേഹിക്കുകയും ദൈവം നമ്മെ കാക്കുകയും ദൈവം നമ്മെ ഭാഗ്യകരമായ നിലകളിൽ നിലനിർത്തുകയും ചെയ്യുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ കേൾക്കുന്നവരും കേട്ടനുസരിക്കുന്നവരുമായി തീരാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങൾ ദൈവത്തെ കേൾക്കുന്നവരും കേട്ടനുസരിക്കുന്നവരും ആ തലത്തിൽ ഭാഗ്യവാന്മാരുടെ പട്ടികയിൽ ഞങ്ങളും ചെന്നെത്തുന്നവരുമായി തീരേണ്ടതിന് ഓരോ ദിവസങ്ങളും ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.